So welcome back once again. Today we are going to discuss on our new topic, Tears of Rain. So you can take your textbook or you can look at the screen. I'll be sharing the screen now. Yeah, take page number 74. You can see it, right? Ashna? Okay. Ashna, Afsal. Afsal കാണാവോ? Yes, sir. Okay, fine. So we are going to start with this Tears of Rain. അതായത് കണ്ണീർ മഴ. സോ വാട്ട് വി ഹാവ് ലേൺ ടിൽ നൗ? നമ്മൾ ഇതുവരെ എന്താ പഠിച്ചേ? അതിന്റെ ഒരു സമ്മറി പറഞ്ഞ് ആഷ്ന. ആഷ്നക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അഫ്സൽ, ഇതുവരെ എന്താ പഠിച്ചേ ഈ ചാപ്റ്ററില്? സാർ അത് ലില്ലി ഗ്രേസിയുടെ അടുത്ത് അംബർല ചോദിച്ചു പോയപ്പോൾ ഗ്രേസി അംബർലയിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ലില്ലി കരയാൻ തുടങ്ങി. സോ ഗ്രേസി ലില്ലിക്ക് അംബ്രല കൊടുത്തില്ല അല്ലേ? കുമാരി ടീച്ചറിന്റെ മോൻ അല്ല, ഇതാർക്ക എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നേ? എന്റെ അച്ഛൻ. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഞാനിങ്ങനെ ഒരു സ്റ്റാർട്ട് കിട്ടാൻ നിൽക്കുന്നത് എല്ലാരും കണക്ടിങ് ഓഡിയോ എന്നൊരു കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാരും പ്രോപ്പറായിട്ട് കണക്ട് ആവുന്നില്ല. അതെങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. ഓക്കെ, ആഷ്ന അൺമ്യൂട്ട് ചെയ്തോ. അഥവാ നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴാ വീഡിയോ ഓഫ് ചെയ്യുക. അപ്പോൾ ക്ലാസ് പറയുന്നതെങ്കിലും കേൾക്കാൻ പറ്റും കേട്ടോ. അഥവാ നെറ്റ്വർക്ക് ഇഷ്യൂ വരികയാണെങ്കിൽ, ഇഷ്യൂ ചില സമയം അങ്ങനെ വരാം. അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. മാക്സിമം വീഡിയോ ഓണാക്കി വെച്ചിരിക്കുക. പിന്നെ ക്ലാസ് നേരെ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴ് വീഡിയോ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ് നേരെ കേൾക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണം. Okay. So we can start with this. Lily took shelter in the veranda of a small shop on the country road. കൺട്രി റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ്, നമ്മുടെ സാധാ റോഡ് വഴിയോരം. അതിന്റെ ഒരു സ്മോൾ ഷോപ്പിന്റെ വരാന്ത ഓഫ് സ്മോൾ ഷോപ്പിന്റെ വരാന്തയിൽ took shelter എന്ന് പറയുമ്പോൾ അഭയം തേടി, അതായത് അവിടെ ഒതുങ്ങി നിന്നു. Her clothes and books were wet. അവളുടെ വസ്ത്രവും ബുക്കും നല്ല നനവുണ്ടായിരുന്നു. What really upset her was her books getting wet. സോ അവൾക്ക് വിഷമം ഉണ്ടായിരുന്നു, അവൾ അപ്സെറ്റ് ആയിരുന്നു, അവൾക്ക് വിഷമിച്ചിരുന്നു. എന്തിനാ? ബിക്കോസ് ഹെർ ബുക്ക് ഈസ് ഗെറ്റിംഗ് വെറ്റ്. അതായത് അവളുടെ ബുക്കെല്ലാം നനഞ്ഞു. ഇപ്പൊ ബുക്ക് അറിയത്തില്ലേ, ബുക്കിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നു കഴിഞ്ഞാല് അത് പടർന്നുകൊണ്ടേയിരിക്കും. അപ്പോ അതുപോലെ ഇപ്പൊ നല്ല മഴയാ നനഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവളുടെ ബുക്കെല്ലാം നനഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. Standing in a corner of the veranda, she started sobbing. അതായത് അവള് വരാന്തയുടെ മുന്നിൽ നിൽക്കുമ്പോ തന്നെയും ഇത് കണ്ടപ്പോ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. She started sobbing. Sobbing means crying. അതായത് അവള് ഏങ്ങി കരയുന്നതിന് സോബിങ് എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു വരാന്തയുടെ കോർണറിൽ നിന്നുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി. She saw Gracie passing by with her umbrella. പാസിംഗ് ബൈ, അവൾ കടന്നു പോകുന്നത്, അവളുടെ അംബ്രല്ലയുമായിട്ട് കടന്നു പോകുന്നത് അവൾ
കണ്ടു. അതായത് അംബ്രല്ലയും കൊണ്ട് അവൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് അവൾ കണ്ടു. The raindrops flowing down from Lily's hair blurred her eyes as they mixed with her tears. അതായത് the raindrops flowing, അവളുടെ raindrops ഒഴുകുകയായിരുന്നു down from എവിടെ നിന്ന്? ലില്ലീസ് ഹെയർ, ലില്ലിയുടെ മുടിയിൽ നിന്ന് റെയിൻഡ്രോപ്സ് വീഴുകയായിരുന്നു. അതിനോടൊപ്പം അവളുടെ കണ്ണുനീരും ആ ഒരു മഴയില് ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു. അതായത് കണ്ണുനീര്, ബ്ലഡ് ഹെർ ഐസ്, അതായത് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും ഈ ഒരു മഴയോടൊപ്പം ചേർന്ന് ഹെർ ടിയേഴ്സ്, അതായത് അവളുടെ കണ്ണുനീരും അവളുടെ ഈ മഴയിൽ ഒഴുകുന്നുണ്ടായിരുന്നു. The bitter cold made her shiver and her teeth started to chatter. അതായത് അവക്ക് ഈ മഴ കാരണം, മഴയത്ത് നല്ല തണുപ്പല്ലേ, സോ ബിറ്റർ കോൾഡ്, നല്ല തണുപ്പ് കാരണം made her shiver, അവൾ വിറയ്ക്കാൻ തുടങ്ങി, and her teeth started to chatter, അതായത് അവളുടെ പല്ല് കൂട്ടിയിടിക്കാൻ തുടങ്ങി. അതായത് നമ്മളിങ്ങനെ വിറച്ച് കഴിയുമ്പോഴ് പല്ല് തമ്മിൽ കൂട്ടിച്ചേർന്ന് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അവസ്ഥയില് എത്തി. അസിനും അൻസിയും ഇന്ന് ലേറ്റ് ആയല്ലോ. അൺമ്യൂട്ടി. കമ്പ്യൂട്ടറിലാണ്, അപ്പൊ കേറാൻ താമസിച്ചു പോയി. കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഈ പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഓക്കെ. The bitter cold made her shiver and her teeth started to chatter. അതായത് ഞാൻ പറഞ്ഞതുപോലെ ആ തണുപ്പ് കാരണം അവൾ നന്നായിട്ട് വിറയ്ക്കാൻ തുടങ്ങി, ആൻഡ് അവളുടെ പല്ലുകൾ കൂട്ടി വിറയ്ക്കാൻ തുടങ്ങി. Her dress was now completely drenched in the rain. അവളുടെ ഡ്രസ്സ് കംപ്ലീറ്റ്ലി അവള് നനഞ്ഞു കുതിർത്തു. ഡ്രെഞ്ച്ഡ് മീൻസ് നനഞ്ഞു കുതിർത്ത് ഇരിക്കുകയാണ്. She placed her slat and books on the floor. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ സ്ലാറ്റും ബുക്കും ആ തറയിൽ വച്ചു, on the floor. She squeezed the edge of her skirt to wring water from it. അതായത് അവളുടെ ഇതെടുത്തു, അവളുടെ ഈ ബുക്കൊക്കെ തറയിൽ വെച്ചല്ലോ, അപ്പോൾ അവളുടെ സ്കർട്ടിന്റെ അറ്റം അതിലൊന്ന് വെള്ളം പിഴിഞ്ഞ് കളയത്തില്ലേ, അവളുടെ ഡ്രസ്സ് നനഞ്ഞിരിക്കുമ്പോൾ വെള്ളം നമ്മൾ പിഴിഞ്ഞ് കളയത്തില്ലേ, അതുപോലെ സ്ക്യൂസ്ഡ്, അവളുടെ അറ്റത്തുള്ള വെള്ളമെല്ലാം അവള് പിഴിഞ്ഞ് കളയാനായിട്ട് നോക്കി. ബ്രിങ് വാട്ടർ ഫ്രം ഇറ്റ്, അതായത് പിഴിഞ്ഞ് കളയാനായിട്ട് നോക്കി. ദി എഡ്ജസ് ഓഫ് ദ സ്കർട്ട് സ്പ്ലിറ്റ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവളുടെ പഴയ വസ്ത്രമായിരുന്നു, അപ്പോ അവളുടെ ആ വസ്ത്രം അവിടെ വെച്ച് കീറി. ഇറ്റ് വാസ് വെരി ഓൾഡ് സ്കർട്ട്. അത് പഴയ വസ്ത്രമായിരുന്നു. ദ ഓൺലി വൺ ഷീ ഹാഡ്. അവൾക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരേ ഒരു വസ്ത്രമായിരുന്നു അത്. അതിപ്പോ കീറുകയും ചെയ്തു. അറ്റ് ഹോം ഷീ ഓൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു ദ ബാത്ത് ടവൽ. അവൾ വീട്ടിൽ വെച്ച് തോർത്തായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വസ്ത്രത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ഓക്കെ, ഞാനത് ഒന്നുകൂടെ പറയാം. ലില്ലി took shelter in the veranda of a small shop on the country road. അതായത് റോഡ് സൈഡിലുള്ള വരാന്തയില് അവൾ അഭയം പ്രാപിച്ചു. അതായത് അവൾ വീട്ടില് ഒതുങ്ങി നിൽക്കാനായിട്ട് വീട്ടിനത് റോഡ് സൈഡിലുള്ള ഒരു വരാന്തയിലേക്കാണ് കയറിയത്. Her clothes and books were wet. അവളുടെ വസ്ത്രങ്ങൾ ആൻഡ് ബുക്കുകളും എല്ലാം നന്നായിട്ട് നനഞ്ഞിരുന്നു. What really upset her was her books getting wet. അവൾക്ക് വിഷമം തോന്നിയ ഒരു കാര്യം, അവളുടെ ബുക്സ് നനയുന്നുണ്ടായിരുന്നു. അത് കൂടുതൽ നനയുന്നുണ്ടായിരുന്നു. കാരണം ഒരു നമുക്ക് അറിയാലോ, ഒരു പഴയ ബുക്കിൽ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവും. അതുപോലെ ഇതിലും സ്പ്രെഡ് ആയിക്കൊണ്ടേയിരുന്നു. സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് ദ വരാന്ത ഷീ സ്റ്റാർട്ടഡ് സോബിങ്. സോബിങ് മീൻസ് കരയുക. അവളുടെ ആ ഒരു കോർണർ, ആ ഒരു വരാന്തയുടെ കോർണറിൽ നിന്നുകൊണ്ട് അവൾ ഏങ്ങി കരയാൻ തുടങ്ങി. ഷീ സോ ഗ്രേസി പാസിംഗ് ബൈ വിത്ത് ഹെർ അംബ്രല്ല. അവൾ കണ്ടു
ഗ്രേസി അവളുടെ അംബ്രല്ലയുമായിട്ട് അതുവഴി പോകുന്നത്. The raindrops flowing down from Lily's hair blurred her eyes as they mixed with her tears. ആ മഴയോടൊപ്പം അവളുടെ കണ്ണുനീരും അതിനോടൊപ്പം ഒഴുകി. The bitter cold made her shiver and her teeth started to chatter. അതായത് ഇത്രയും തണുപ്പ്, നല്ല തണുപ്പ് കാരണം അവൾ ഷിവർ ചെയ്യാൻ തുടങ്ങി, അതായത് വിറയ്ക്കാൻ തുടങ്ങി. ആൻഡ് ഹർ ടീത്ത് സ്റ്റാർട്ടഡ് ടു ചാറ്റർ, അവളുടെ പല്ല് കൂട്ടി വിറയ്ക്കാൻ തുടങ്ങി. ഹെർ ഡ്രസ് വാസ് നൗ കംപ്ലീറ്റ്ലി ട്രെഞ്ച്ഡ് ഇൻ വാട്ടർ, അവളുടെ ഡ്രസ്സ് മുഴുവനും ഇപ്പോൾ നല്ല രീതിയിൽ നനഞ്ഞു കുതിർത്തിരിക്കുകയായിരുന്നു. ഷീ പ്ലേസ്ഡ് ഹർ സ്ലാറ്റ് ആൻഡ് ബുക്സ് ഓൺ ദ ഫ്ലോർ, അവളുടെ സ്ലാറ്റും ബുക്കും അവൾ എവിടെ വെച്ചു? അവൾ ഫ്ലോറിൽ വെച്ചു. ഷീ സ്ക്യൂസ്ഡ് ദ എഡ്ജ് ഓഫ് ഹെർ സ്കർട്ട് ടു wring water from it, അവൾ ആ വസ്ത്രത്തിന്റെ അറ്റം എടുത്ത് പിഴിഞ്ഞ് വെള്ളം കളയാനായിട്ട് തുടങ്ങി. The edges of the skirt split. അപ്പൊ എന്ത് സംഭവിച്ചു? അവളുടെ ആ ഒരു സ്കർട്ടിൽ ഉണ്ടായിരുന്ന ആ വെള്ളം കളയാൻ നോക്കിയപ്പോ അതിന്റെ അറ്റം കീറിപ്പോയി. It was very old skirt, the only one she had. ഇതെന്ന് പറയുന്ന ഒരു പഴയ സ്കർട്ടായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അത് മാത്രമായിരുന്നു അവൾക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു സ്കർട്ട്, അല്ലെ ഒരേ ഒരു ഡ്രസ്. അറ്റ് ഹോം ഷീ ഓൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. അവൾ വീട്ടിലായിരിക്കുമ്പോൾ, നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യത്തില്ലേ? അപ്പോ എവിടെ ചെയ്യുന്നത് എങ്ങനെയാ? അവളുടെ ബാത്ത് ടവലിലാണ്, അതായത് തോർത്തിലാണ് അവൾ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നത്. അതായിരുന്നു ഇത്രയും ഭാഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഫൈൻ. അപ്പോ ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി. Lily saw Gracie passing by holding her umbrella open. What might Lily's feeling be? അവക്ക് ഇപ്പൊ ലില്ലി കണ്ടു, ഗ്രേസി പോകുന്നത് കണ്ടല്ലോ അതുവഴി. അപ്പോ ലില്ലിക്ക് ഗ്രേസി പോകുന്നത് കണ്ടപ്പോ ലില്ലിക്ക് എന്തൊക്കെ തോന്നിക്കാണും? അവളുടെ മനസ്സിലൂടെ എന്തൊക്കെ പോയിട്ടുണ്ടാവും? പറയ്. അൺമ്യൂട്ട്. ആഷ്ന പറഞ്ഞു. സങ്കടം തോന്നിക്കാണും. സങ്കടം തോന്നിക്കണം. വേറെ എന്തൊക്കെ മനസ്സിൽ തോന്നിക്കാണും? പറയ്, ആലോചിക്ക്, ചിന്തിക്ക്, മനസ്സിൽ തോന്നുന്നതൊക്കെ പറഞ്ഞു. ആഷ്ന ആലോചിക്കുക. ഓക്കെ, അൻസ എന്തൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും? അൻസ പറയ്, അൺമ്യൂട്ട് ചെയ്ത് പറയ്. ഡ്രസ് നനഞ്ഞിട്ടുണ്ട്, അതിനുള്ള വിഷമാവുന്നുണ്ട്. ആ, വേറെ? അസിൻ പറയ്. അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കി എന്തൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും പറയ്. ആലോചിക്കാണ്. ഓക്കെ, അടുത്ത ആള് ആരാ? അദ്വൈതാണോ? ഒരു വയലറ്റ് കളർ ഡ്രസ്, അത് പേരെന്താ? എനിക്ക് പേര് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട്. ആ, ഓക്കെ. അദ്വൈത് പറഞ്ഞു. എന്തൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും? ഡ്രസ് കീറിയതിൽ വിഷമം ഉണ്ടാവില്ലേ സാർ? അല്ല, അതായത് ഡ്രസ്സ് കീറിയത് പിന്നീടല്ലേ. അപ്പൊ ആദ്യം അവിടെ നോക്കിയപ്പോ ഗ്രേസി പോകുന്നത് കണ്ടു. അപ്പൊ അവർക്ക് എന്തൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടായിരിക്കും ഗ്രേസി കുടയും കൊണ്ട് പോകുന്നത് കണ്ടപ്പോ?
വിഷമം തോന്നിക്കാണും. വിഷമം തോന്നിക്കാണും. പിന്നെ എന്തൊക്കെ വിഷമായിരിക്കും? അവൾ എന്തൊക്കെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും? അറിയാവോ? രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരുടെയും ബ്രെയിൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എന്ത് പറ്റി? ഇപ്പൊ എണീറ്റതേ ഉള്ളൂ? ലേറ്റായി? ഞാനപ്പോ അടുത്ത ക്ലാസ് തൊട്ട് 6 മണി ക്ലാസ് വയ്ക്കാം. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ എണീക്കും. ചുമ്മാ. അടുത്ത മനീഷ്. അൺമ്യൂട്ട് ചെയ്. എന്തൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും? വിഷമം തോന്നിക്കാണും. വിഷമം തോന്നി. എന്തൊക്കെയായിരിക്കും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഓക്കെ, ആർക്കെങ്കിലും അറിയാവോ? അഫ്സൽ, ആദിത്യ, പിന്നെ ആരാ ഉള്ളത്? അനീഷ്, പിന്നെ ആഷ്ലി. ആർക്കെങ്കിലും അറിയാവോ? ജസ്റ്റ് എന്തൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും? സാർ, കൊട പോയതിൽ സങ്കടം കാണും. കൊട പോയാൽ സങ്കടം കാണും. വേറെ? വേറെ? ഓക്കെ, അപ്പൊ ഞാൻ തന്നെ പറയാം. ഇപ്പോ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ മഴയത്ത് നനഞ്ഞു വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് കുടയുമായിട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, എന്നെ കൂടെ ഒന്ന് കുടയിൽ കയറ്റൂ. അപ്പൊ പറയുക, ഇല്ല പറ്റത്തില്ല, നിന്നെ കയറ്റാൻ പറ്റത്തില്ല. നീ വേണമെന്നുണ്ടെങ്കിൽ ഒന്നിന് വേറെ ആരെങ്കിലും കുട കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ നീ എങ്ങനെയോ വെക്കോ, എനിക്ക് നിന്നെ കയറ്റാൻ പറ്റത്തില്ല. അപ്പോഴും നിങ്ങൾക്ക് എന്തൊക്കെ വിഷമം തോന്നും? വിഷമം മാത്രമല്ല, ഫസ്റ്റ് തോന്നുന്നത് ദേഷ്യം തോന്നാം. എന്നിട്ട് വിചാരിക്കാം, അയ്യോ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര പാവപ്പെട്ടവരായതുകൊണ്ടാണോ എനിക്ക് ഒരു കുട പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല? കുട ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നനയേണ്ടി വരത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ ചോദിക്കാം, ലൈക്ക് ഹൗ മെനി ടൈംസ് ഐ ഹാവ് ബെഗ്ഡ് ഗ്രേസി. എത്ര പ്രാവശ്യം ഗ്രേസിയോട് ചോദിച്ചു എന്നെ കൂടെ ഒന്ന് കയറ്റുമെന്ന്, ബട്ട് ഷീ ജസ്റ്റ് മൂവ്ഡ് അവേ ഫ്രം മീ. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചോദിച്ച് നോക്കിക്കാണും. സോ അവൾ സ്വയം അവളുടെ ഫെയ്റ്റിനെ, അതായത് അവളുടെ വിധിയെ ഓർത്ത് അവള് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. ആരും ഇല്ല, ഇപ്പൊ നൈബർ ആയിരുന്ന ഗ്രേസി പോലും ഇങ്ങനെ പെരുമാറുന്നത്, ഇതുപോലെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ? തോന്നത്തില്ലേ? ഓക്കെ, അപ്പോ ഓക്കെ, അപ്പോ അത്തരം തോട്ട്സ് നിങ്ങൾ വെറുതെ ഇങ്ങനെ ആലോചിക്കണം. നമ്മൾ ഒരു ഇത് കേൾക്കുമ്പോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ആ ഒരു സാഹചര്യം, ഇപ്പൊ ലില്ലി, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരുമാണ് ലില്ലി എന്ന് കരുതുക. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ വിഷമം തോന്നും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പൊ കുറച്ചുകൂടെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ ഒരാൾക്ക് ദേഷ്യമായിരിക്കും, ഒരാൾക്ക് വിഷമമായിരിക്കും, ഒരാൾക്ക് കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ആയിരിക്കും. അപ്പോ അങ്ങനെ ചിന്തിക്കണം കേട്ടോ. അല്ല ജസ്റ്റ് ലില്ലി ഈസ് നോട്ട് ജസ്റ്റ് എ ക്യാരക്ടർ, ഇറ്റ്സ് us, അല്ലെങ്കിൽ ഇറ്റ്സ് മീ. യു ഷുഡ് കൺസിഡർ ലൈക്ക് ദാറ്റ്. ഓക്കെ? ഓക്കെ ആണോ? ആരും ഒന്നും പറയുന്നില്ല. അപ്പോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയല്ലോ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. We usually enjoy playing in the rain, but Lily could not enjoy the rain. Why? നമ്മളെല്ലാരും ഇത് മഴയത്ത് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാ. നമ്മൾ കളിക്കുകയും ചെയ്യും, മഴയത്തൊക്കെ കളിക്കും. പക്ഷേ ഇവിടെ ലില്ലിക്ക് മഴയത്ത് കളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കളിക്കാനോ അല്ലെങ്കിൽ ആ ഒരു മഴ എന്ന് പറയുന്ന ആ ഒരു സന്തോഷം അനുഭവിക്കാന് അവർക്ക് അങ്ങനെ പറ്റത്തില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടായിരിക്കും?
ജസ്റ്റ് ആരെങ്കിലും പറഞ്ഞോ? അൻസയ്ക്ക് ഉറക്കം വരുന്നു, അതുകൊണ്ട് അൻസ തന്നെ പറഞ്ഞു. പറയേ എന്തുകൊണ്ടായിരിക്കും? അമ്മ വഴക്ക് പറഞ്ഞോണ്ട്. വീട്ടില് അമ്മ വഴക്കൊരു പേരെ. ഇവിടെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവിടെ ലില്ലിയുടെ ഒരു വെച്ച് നോക്കുമ്പോൾ ലില്ലി ഒരു പുവർ ഗേൾ ആണ്. അവളുടെ വീടെന്ന് പറയുന്നത് ഒരു കുടിലായിരിക്കാം. അപ്പോ അവൾ നമ്മൾ ഇതിൽ തന്നെ പഠിച്ചു, അവക്ക് വേറെ ഡ്രസ്സ് ഇടാൻ വേറെ ഡ്രസ്സ് പോലും ഇല്ല. അവൾ വീട്ടിൽ പോയാൽ ടവല യൂസ് ചെയ്യേണ്ടത്. അപ്പോ അവള് മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് പെട്ടെന്ന് കീറും, പെട്ടെന്ന് ചീത്തയാവും. അവക്ക് പിന്നെ വേറെ ഡ്രസ്സ് ഇടാനുണ്ടാവോ? ഇല്ല. She will not have any dresses to wear, and this is the only clothes she has, and there is only few books with her, maybe one or two, maybe one and one slate. If it is getting wet, it should affect her studies. So ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്, ഇല്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. സോ നിങ്ങൾ എന്നിട്ട് ചിന്തിക്കുക. അപ്പൊ ഈ പാഠം നിങ്ങൾ വായിച്ചതിന് ശേഷം ഒന്നുകൂടെ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കാം അവൾ അപ്പൊ മഴ കാരണം അവൾ അനുഭവിക്കുന്ന കാര്യം. റെയിൻ ഈസ് ജസ്റ്റ് ലൈക്ക് എ ക്രൂവൽറ്റി ടു ഹെർ. റെയിൻ ഈസ് ഷോയിങ് ക്രൂവൽറ്റി ടു ഹെർ. സോ ഈ ക്രൂവൽറ്റി എന്ന ആയിരിക്കും, അതായത് അവൾക്ക് ടോട്ടലി വിഷമം ഉണ്ടാക്കുന്നത് മാത്രമാണ് മഴ ചെയ്യുന്നത്. ബിക്കോസ് ഹെർ ലൈഫ് ഈസ് ഡിഫറെന്റ്. She is suffering a lot, so she cannot enjoy the rain. Okay alle? Okay. Cite an expression which suggests the lily belongs to a poor family. ഇതിലുള്ള ഒരു സെന്റൻസ് ജസ്റ്റ് ഒന്ന് എടുത്തേ. ഇത് അവള് പൂർ ആണെന്ന് തെളിയിക്കുന്ന ഒരു സെന്റൻസ് ഒന്ന് പറഞ്ഞേ. ആഷ്ന. അൺമ്യൂട്ട്. ഇനി പറഞ്ഞു. ഇതില് ഈ നമ്മൾ ഇത്രയും പഠിച്ചതിൽ വെച്ച് അവള് പൂർ ആണെന്ന് കാണിക്കുന്ന ഒരു സെന്റൻസ് ഒന്ന് നോക്കിക്കേ. ഇത് കുറെ സെന്റൻസ് ഉണ്ടല്ലോ. അപ്പോ ഇത് അവള് പൂറാണെന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സെന്റൻസ് നോക്കി നോക്ക്. അല്ലെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, അവള് പൂറാണെന്ന് കാണിക്കുന്ന ഒരു സെന്റൻസ് ഏതായിരിക്കും, അല്ലെങ്കിൽ ഒരു തീം അത് പറഞ്ഞാലും മതി. പറ്റുന്നില്ല? എനിക്കറിയാം. ആരാ പറഞ്ഞേ അറിയാന്ന്? ഓക്കെ. ആഷ്ന പറയോ നോക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത അസലിലോട്ട് വരാം. ആഷ്ന പറയോ? The edges of the skirt split. The edges of the skirt split. It was very old skirt, the only one she had. Okay, അത് ഒന്ന്. അടുത്ത് അസിൻ. അൺമ്യൂട്ട്. At home, she always had to change into a bath towel. Right. അത് ശരിയാണ്. അദ്വൈത്. അൺമ്യൂട്ട്. കേട്ടൂടാ? നോക്കട്ടെ, ഞാൻ കണ്ടുപിടിച്ചത് അൻസ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ അതും ഇത് കണ്ടുപിടിച്ചല്ലേ, കുഴപ്പമില്ല. അടുത്ത ആഷ്ലി. അൺമ്യൂട്ട് ചെയ്യേ.
The raindrops falling down from Lily's hair blurred her eyes, and they mixed with her tears. The bitter cold made her shiver. പക്ഷെ അതെങ്ങനെ അവിടെ പൂറാണെന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ, നമ്മൾ മഴയത്ത് ആര് കരഞ്ഞാലും അത് നമുക്ക് ഈ ഒരു ഫീല് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന് നമുക്ക് പൂറെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റില് ആക്ച്വലി യു ആർ റൈറ്റ്, ബട്ട് ഹിയർ വി ഹാവ് ടു കൺസിഡർ ഓൺലി വൺ സെന്റൻസ് ഫോർ ദാറ്റ്. അപ്പൊ വൺ സെന്റൻസ് നമ്മൾ എടുക്കുമ്പോൾ അതില് നമ്മളിപ്പോ റെയിൻ ഡ്രോപ്സ് ഫ്ലോയിങ് ഡൗൺ ഫ്രം ലില്ലീസ് ഹെയർ ബ്ലഡ് ഹെർ ഐസ് ആസ് ദേ മിക്സ്ഡ് വിത്ത് ഹെർ ടീയേഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബിറ്റർ കോൾഡ് മെയ്ഡ് ഹർ ഷിവർ ആൻഡ് ദ ടീത്ത് started to chatter. സോ ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഈ രണ്ട് സെന്റൻസ് എന്ന് പറയുന്നത് അവൾ അവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്നതാണ്. അപ്പൊ പക്ഷെ അതിനെ ഒരു പോവർട്ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോ ആഷ്ന പറഞ്ഞത് ശരിയാ, അദ്വൈത്, അൻസ, ഇത് അസിൽ, ഇവരെ കണ്ടുപിടിച്ചത് കറക്റ്റാ. പക്ഷെ ആഷ്ലി ഇത് പറഞ്ഞപ്പോ അത് സംഭവം ശരി, ആഷ്ലി കാര്യം മനസ്സിലായി. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേ ജസ്റ്റ് നോക്കണം ഇതിൽ എന്തെങ്കിലും അവളുടെ പോവർട്ടിയെ കുറിച്ച്. ഇപ്പോ സ്കർട്ട് വെച്ചിരുന്ന രണ്ട് സെന്റൻസ് ആയിരുന്നു അവര് പറഞ്ഞത്. അത് ഓക്കെ, ഞാൻ സമ്മതിച്ചു. കാര്യം എന്താണെന്നറിയാവോ, ഇതെന്ന് പറയുന്നത് ഇത് ഒരു കുഞ്ഞു ചാപ്റ്ററില് അത് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടേ പറയും. എല്ലാവർക്കും കിട്ടുന്ന ഒരേ ആൻസർ ആയിരിക്കും. അത് കുഴപ്പമില്ല. ചിലപ്പോ അടുത്ത് ഞാൻ ഒരാളത്ത് ചോദിക്കണം, അവരും ചിലപ്പോ പറയുന്നു ഓക്കെ ഇത് അവര് പറഞ്ഞു കഴിഞ്ഞു. ശരിയാ, കാര്യം അവർ കണ്ടുപിടിച്ചത് ശരിയാ. പക്ഷെ എന്താ പറയാ, നമുക്ക് ഇത് ഇത്രയല്ലേ ഉള്ളൂ, കുഞ്ഞു ചാപ്റ്റർ അല്ലേ, അതുകൊണ്ടുള്ള ഒരു ഇതാ. അതും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഉള്ള ആൻസേഴ്സിനെ അങ്ങനെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. എന്ന് ട്രൈ ചെയ്തല്ലോ, അത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ മനീഷ് അൺമ്യൂട്ട് ചെയ്. നോക്കട്ടെ. ഓക്കെ, നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം പറയണേ, ഞാൻ അടുത്ത ആളിലോട്ട് പോയിട്ട് വരുമ്പോ. ഓക്കെ സർ. അടുത്ത അനീഷ്. At home, she always had to change into a bath towel. Okay, right. Where are all? Afsal. At home, she always had to change into a bath towel. Okay. Aditya. Unmute, Aditya. She secured the edges of her skirt to wring water from it. The edges of the skirt slipped. It was very old skirt, the only one she had. Wait. ഞാൻ പറയാം. അതായത് ഫസ്റ്റ് സെന്റൻസ് വേണ്ട. She secured the edges of the skirt. അതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ചെയ്യുന്ന, അതിൽ നമുക്കൊരു പോവർട്ടി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ നെക്സ്റ്റ് സെന്റൻസ് ഈസ് റൈറ്റ്. അതിപ്പോ എല്ലാരും പറഞ്ഞതുപോലെ ഇറ്റ് വാസ് വെരി ഓൾഡ് സ്കർട്ട്, ദ ഓൺലി വൺ ഷീ ഹാഡ്, അതെന്ന് പറയുന്ന ഒരു സെന്റൻസാ. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് അറ്റ് ഹോം ഷീ ഓൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. അപ്പോൾ ഡ്രസ് ഇല്ലാത്തതിനെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് രണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് മുമ്പത്തെ സെഷനിൽ നോക്കിക്കഴിഞ്ഞാൽ, മുമ്പത്തെ ടോപ്പിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുടയില്ലാതിരുന്നത്, അങ്ങനെയൊക്കെ ഉള്ള കുറെ ടോപ്പിക്സും നമുക്കിതൊക്കെ ഇതിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്ര തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ. എനിക്കാണെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് കൂടെ തീർക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് സമയമില്ല. ഓക്കെ, ഞാനിപ്പോ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? ഓക്കെ. സോ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേറെ ഏതൊക്കെ സമയം ഞാൻ ക്ലാസ് എടുത്താൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും? വേറെ ഏതൊക്കെ സമയം പറ്റും? ഇപ്പൊ വീട്ടില് ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ
അവർക്ക് ക്ലാസ് ഇല്ലാത്ത സമയം അല്ലെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ സാർ യൂസ് ചെയ്യാൻ ഉച്ചയ്ക്ക് പറ്റുന്ന എടുക്കാൻ പറ്റും ഉച്ചയ്ക്ക്. ഉച്ചയ്ക്കോ? ഓ ഉച്ചയ്ക്ക് ശേഷം എത്ര മണിക്ക്? 3 മണി സാർ. 3 മണിക്ക്. ഇപ്പൊ എല്ലാരും 3 മണിക്കൊക്കെ ഫ്രീ ആയിരിക്കുമോ? No, sir. ആ No, അദ്വൈ sir. ഫ്രീ അല്ലേ? ഓക്കെ. വേറെ ഏത് സമയം പറ്റും അദ്വൈതിന്? Sir, വൈകിട്ട് 7:30-ക്ക് ഇരിക്കാമോ? വൈകിട്ട് 7:30-ക്ക്. ഞാൻ ഇന്നത്തെ കാര്യമല്ല ചോദിക്കുന്നത്, ജസ്റ്റ് ബാക്കിയുള്ള അടുത്ത ദിവസം. ഇന്നത്തെ കാര്യമൊന്നല്ല, അടുത്തിന് നിങ്ങൾ ക്ലാസ് വെക്കേണ്ടിടത്തും. കാര്യം നിങ്ങൾക്കാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഏറ്റവും ഞാൻ മിസ് ചെയ്യുന്നത്. കാര്യം ബാക്കി ക്ലാസ്സിനെല്ലാം സമയം ആയി. ഇപ്പൊ 7ാം ക്ലാസ്സിനാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് അവർ ഓക്കെ ആണ്. അടുത്ത 6-ന് രാവിലെ ഓക്കെ ആണ്. അപ്പൊ അതുപോലെ ഞാൻ ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയമായിരിക്കാം നിങ്ങൾക്ക് പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു ഫിക്സഡ് ടൈം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം അല്ലെ 1-2 ദിവസം ലൈക്ക് അപ്പൊ ഈവനിങ് മാത്രമേ ഫ്രീ ഉണ്ടാവൂ അദ്വൈ? ഓക്കെ. അപ്പോ എന്തായാലും അദ്വൈത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടി, അതുകൊണ്ട് നമുക്ക് അവന്റെ സമയം കൂടെ നോക്കി വെക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഓൺലൈൻ ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും എങ്കിലും ക്ലാസ്സിൽ വേണം, അതുകൊണ്ടാട്ടോ. അപ്പൊ നമുക്ക് ഒരു ഈവനിങ് 8 ആയാൽ 8 o'clock ആയാല് പ്രശ്നം ഉണ്ടാവുമോ? No, sir. No. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഓക്കെ. കാര്യം 8 എന്ന് പറയാൻ സാർ കാര്യം 8 o'clock തുടങ്ങി എത്ര മണിയാകുമ്പോ തീരും? 9:30 9:30 മാക്സിമം. സാർ കാരണം വീട്ടിൽ ഇവിടെ 9 മണിയാകുമ്പോ പ്രേയർ ഉണ്ട്. ഓക്കെ, പ്രയർ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോ പ്രയറിന് മുമ്പ് തീർക്കണം, അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. സോ ക്യാൻ വി വൈൻഡ് അപ്പ് ടുഡേ? സോ വി ക്യാൻ വൈൻഡ് അപ്പ് ഫോർ നൗ. അപ്പോ അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം ഉറപ്പായിട്ടും ലൈവ് ക്ലാസ് ഉണ്ടാവും. ഇതിനിടയ്ക്കുള്ള ഒരു ദിവസം നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പിന്നീട് നോക്കാം. എന്തായാലും അടുത്ത ചൊവ്വാഴ്ച ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇടയ്ക്കുള്ള ടൈം. ഓക്കെ, then have a good day. Bye. Take care. Bye. Bye, sir.